എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1, +2 പബ്ലിക് എക്സാം 2025 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും, ഇപ്രാവശ്യം ചോദ്യങ്ങൾ കുറച്ചും കൂടെ കടുപ്പമാക്കാനും തോൽക്കുന്നവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുമുണ്ട്, ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കുറച്ചധികം സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കടക്കാം. +1, +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. തംബ്നെയിലിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. ഞാൻ തംബ്നെയിൽ എന്ത് ചെയ്താൽ റീ അപ്ലോഡ് ചെയ്തോളാം, വീണ്ടും മാറ്റിയിട്ടോളാം. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ: പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഗ്രേസ് മാർക്ക് CE മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ, പിന്നെ ഈ പ്രശ്നം ചോദ്യങ്ങൾ കടുപ്പമാക്കുമോ, A+ കിട്ടാൻ ബുദ്ധിമുട്ടാകും എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തംബ്നെയിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. തംബ്നെയിൽ ഞാനിന്ന് റീ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റീ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം: ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് വീണ്ടും വീണ്ടും ഗമനിച്ചിരുന്നത്. അതായത്, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് പാസിനുള്ള മാർക്ക് എടുക്കണം, എത്രയാണ് ജസ്റ്റ് പാസിനുള്ള മാർക്ക് വേണ്ടത്? എനിക്ക് സാർ എന്താണ് ഒരു വിഷയത്തിന് സാധാരണ +2 ഡബിൾ പാസ്സുള്ള സംവിധാനമില്ലേ സാർ? എനിക്ക് +1 എന്തുണ്ട്, 30 മാർക്കുണ്ട്, അപ്പോൾ ഞാൻ 18 മാർക്ക് എഴുതിയെടുത്താൽ മതിയോ? അല്ലെങ്കിൽ എന്തുണ്ട്, എനിക്ക് 45 മാർക്കുണ്ട്, 3 മാർക്ക് കൂടെ എഴുതിയെടുത്താൽ 48 ആവൂലേ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ശരിയാണ്. ഇപ്പം നിനക്കൊരു വിഷയത്തിന് 30 മാർക്കുണ്ടെങ്കിൽ നീ 18 എഴുതിയെടുത്താൽ 48ആയി. അതുപോലെ തന്നെ നിനക്കൊരു വിഷയത്തിന് 45 മാർക്കുണ്ടെങ്കിൽ നീ ഒരു 3 മാർക്ക് കൂടെ എഴുതിയെടുത്താൽ മതി, നീ എന്ത് ചെയ്യും, പാസ്സായി പോകും. അപ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഡബിൾ പാസ് ഞാൻ ആദ്യമേ പറഞ്ഞു, 30 മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്കും 45 മാർക്കും ഞാൻ 3 മാർക്ക് കൂടെ എഴുതത്ത് ഞാൻ പാസ്സായി പോകുന്നു. നീ പാസ്സായി പോകും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് പാസ്സേ നിനക്ക് കാണുകയുള്ളൂ. കഷ്ടിച്ച് +2 എന്ത് ചെയ്തു, പാസ്സായി. കഷ്ടിച്ച് +2 പാസ്സായെന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള മാർക്ക് നിനക്കുണ്ടാവില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പണ്ട് തൊട്ട് ഞാനിപ്പം എന്താണ് ഈ 2025 +1 +2 പബ്ലിക് എക്സാമിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴേ ഞാനൊരു കാര്യം എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്താണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും കിട്ടുകയില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നിങ്ങൾ CUETക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ലൊരു കോളേജിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET എക്സാമാണ്, അപ്പോൾ നമ്മളത് കൂട്ടുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ MG യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, ഡിഗ്രിയൊക്കെ. അല്ലെങ്കിൽ നിങ്ങളിപ്പം നേഴ്സിംഗ് ഫീൽഡായി പോയാലും മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളായാലും ഗവൺമെൻറ് കോളേജുകൾ. നിങ്ങളിനി എന്ത് അഡ്മിഷന് പോയാൽ പോലും +2 ബേസ് ചെയ്തിട്ടുള്ള, +2 യോഗ്യതയുള്ള എന്തൊരു അഡ്മിഷന് നിങ്ങൾ പോയാൽ പോലും നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാൻ വരുന്നൊരു പ്രശ്നം തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്കിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. മാർക്ക് വലിയൊരു ഘടകമാണ്. മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, എവിടെയും പുറകിലായി പോവില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെയും പിന്തള്ളപ്പെട്ടു പോവില്ല. അഡ്മിഷൻ ആയപ്പോൾ ഇപ്പം നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളുടെ ഇപ്പോൾ ഡിഗ്രിക്കും ഒക്കെ, ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഡിഗ്രിയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പരാതി പറഞ്ഞൊരു പ്രശ്നമാണ്, സാർ ഞാൻ +2 കുറച്ചും കൂടെ ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു സീറ്റ് ലഭിച്ചേനെ, കുറച്ചും കൂടെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് കിട്ടിയേനെ എന്നിങ്ങനെ. ഇപ്പോൾ ഞാൻ സെൽഫ് ഫിനാൻസിൽ
പണം 10,000 കൊടുത്ത് പണം കൊടുത്താണ് പഠിക്കുന്നത്. നല്ല രീതിയിൽ ഞാൻ പ്ലസ് ടു പഠിച്ചിരുന്നെങ്കിൽ എനിക്കെന്ത് ചെയ്യുമായിരുന്നു സാർ, ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടില്ലായിരുന്നേ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലസ് ടുവിൻ്റെ മാർക്ക് പറയുകയാണെങ്കിൽ എനിക്ക് 77% മാർക്കാണുള്ളത്. എനിക്ക് 77% മാർക്കാണ്. നിങ്ങൾ 2025 ആണെങ്കിൽ ഞാൻ 2024 കഴിഞ്ഞ വർഷം. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റേന്ന് പറയുകയാണെങ്കിൽ +1 വിദ്യാർത്ഥികളാണെങ്കിൽ 2 വയസ്സും +2 വിദ്യാർത്ഥികളാണെങ്കിൽ 1 വയസ്സും. നിങ്ങളുടെ അത്രയും മാത്രമേ ഞാൻ മൂത്തതുള്ളൂ. നിങ്ങളെൻ്റെ 1 വർഷത്തിൻ്റെ വ്യത്യാസം നമ്മൾ തമ്മിൽ. നിങ്ങളെ കഴിഞ്ഞ് ഞാൻ 1 വയസ്സിൻ്റെ മൂത്തത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പം ഡിഗ്രി പഠിക്കുന്നത് ഒരു ഗവൺമെൻറ് കോളേജിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇത് കോളേജാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് 77% മാർക്കുണ്ടായിട്ടും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 77% വലിയൊരു ശതമാനമാണ്. നമ്മൾ നോക്കുമ്പോൾ അത് എന്താണ്, നല്ലൊരു മാർക്കല്ലേ. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് സ്പോട്ടിലാണ്. കാരണം ഫസ്റ്റിലും സെക്കൻഡിലൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലും സെക്കൻഡിലെല്ലാം എനിക്ക് സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജുകളാണ് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് സ്പോട്ടിൽ കൊണ്ടുപോയി ഗവൺമെൻറ് കോളേജിൽ കൊടുത്തു. എനിക്ക് കിട്ടി. കാരണം എനിക്കൊരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു, ഗവൺമെൻറ് കിട്ടുവാണെങ്കിൽ ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ഗവൺമെൻറ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 77% മാർക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ മാർക്കാണ്. കാരണം എൻ്റെ ഹാർഡ് വർക്കിൻ്റെ പരമാവധി എനിക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്കിൻ്റെ പരമാവധി മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഹാർഡ് വർക്കിൻ്റെ പരമാവധി എടുത്തിട്ടാണ് എനിക്ക് 77 കിട്ടിയത്. എന്നിട്ടും എന്താണ്, 77 ഉണ്ടായിട്ടും കൂടെ എനിക്ക്, പക്ഷേ ഞാൻ ഓർത്തു, ഞാനൊരു കാര്യം ചിന്തിച്ച് തെറ്റായിപ്പോയി. എന്നെ സംബന്ധിച്ച് 77 വലിയൊരു മാർക്കാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താണ്, അലോട്ട്മെൻറ്റുകളൊക്കെ വന്ന് 1ാം അലോട്ട്മെൻറ്റും 2ാം അലോട്ട്മെൻറ്റും 3ാം അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഏതൊക്കെ കോളേജിലാണ്, ഇപ്പം നിങ്ങൾ +1 കയറിയപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. എത്ര വരെ റാങ്കുള്ള വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്തത്, അലോട്ട്മെൻറ്റിൽ കയറുന്നത്. അതുപോലെ തന്നെ ഡിഗ്രിക്കും എന്തുണ്ട്, റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, 99, 98, 97, 80, ഒരു 80-ന് താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് കോളേജിൽ സെൽഫ് ഫിനാൻസിൽ അങ്ങനെയല്ല. സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ പണം എറിഞ്ഞ് വാങ്ങുന്നതുകൊണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം നിങ്ങൾ 45% കണ്ടാണ് പാസ്സാണ്. അത് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും സെൽഫ് ഫിനാൻസിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 80% നിങ്ങൾക്ക് വേണം. ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും. എന്നാൽ CE മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? CE മാർക്ക് എന്ത് ചെയ്യാൻ സഹായിക്കില്ല. എൻ്റെ പൊന്നു മക്കളെ, CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല. നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമാണ് നിങ്ങളെ സഹായിക്കുക. ഇപ്രാവശ്യം ചോദ്യങ്ങൾ കടുപ്പമാക്കുമോ? ഈ വാരിക്കോരി A+ കൊടുക്കുന്ന സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, ഒഴിവാക്കിയതാണ്. അത് SLCയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് +1 +2 എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം ഈ വാരിക്കോരി A+ കൊടുക്കുന്ന സമ്പ്രദായം എന്തിനാണ്, കഴിവുള്ളവർ നേടിയാൽ മതി എന്നൊരു അതാണ്. ഇപ്പോൾ A+ ലഭിക്കുന്നൊരു കുട്ടിക്ക് അത്രത്തോളം ആ ഒരു വിഷയത്തിൽ ആ വിഷയം ആ കുട്ടിക്ക് പഠിച്ചു, ആ വിഷയത്തിൽ അത്രത്തോളം ആ വിദ്യാർത്ഥി ഹാർഡ് വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് A+ കിട്ടാൻ പാടുള്ളൂ എന്നൊരു വസ്തുതയിലേക്കാണ് പോകുന്നത്. ഇപ്രാവശ്യം ചോദ്യങ്ങൾ കടുപ്പമാവും. അത് SLCയുടെ ഒരു ഇതാണ്. പക്ഷേ +1 +2 എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. തോൽക്കുന്നവർ എണ്ണം കൂടും. അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, SLCക്ക് എപ്പോഴും എന്തുണ്ട്, 99.9, 99.10, 99.11 എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, +1 +2ൻ്റെ വിജയ ശതമാനം മിനിമം ഒരു 85-ന് മേലെയൊന്നും ഒരിക്കലും +1 +2 വിജയം പോവാറില്ല. +1 +2 വിജയം ഒരു 85-ന് മേലെയൊന്നും പോവാറില്ല. അപ്പോൾ ഞാൻ എന്താണ്, എനിക്ക് കുറേ കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ എന്താണ്, നമ്മളിപ്പോൾ മുമ്പേ നമ്മളിപ്പോൾ ഒരു കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സമയത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ടൈമും പോകുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ എനിക്ക് എൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേട്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ആവുന്ന രീതിയിലൊക്കെ ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയേത, ഫൗണ്ടർ ഓഫ് ക്രിയേറ്റ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.